Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ നോൺ ഫിക്ഷണൽ വർക്ക്, എ മുസ്ലിം ഡെറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ. ഇതൊരു എസ്സേ ആണ് റിട്ടൺ ബൈ മനു എസ് പിള്ള. മനു എസ് പിള്ള എന്നടിച്ചാൽ ഒരുപാട് ഇൻ്റർവ്യൂസും ടോക്സും ഒക്കെ യൂട്യൂബിൽ കാണാൻ പറ്റും. കുറേ കോൺട്രവേഴ്ഷ്യൽ റൈറ്റിങ്സ് എഴുതിയ ആളാണ്. ബിക്കോസ് ഹീ ഡീൽസ് വിത്ത് ഹിസ്റ്ററി. ഹിസ്റ്റോറിയനാണ്, ഹിസ്റ്റോറിക് ഓഥറാണ്. അപ്പം റിലീജിയസ് കാര്യങ്ങളും മിത്തും ഒക്കെ കണക്ട് ചെയ്ത് ഒരുപാട് റൈറ്റിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദർ ആർ പീപ്പിൾ ഹൂ ബിലീവ് ഹിസ് റൈറ്റിങ്സ് ആൻഡ് ദോസ് ഹു ആർ എഗെയിൻസ്റ്റ് ഹിസ് ഐഡിയാസ് ആൻഡ് ഓൾ. അപ്പം ഒരു ഹിസ്റ്റോറിയനാണ്, ഒരുപാട് ഹിസ്റ്റോറിക് റൈറ്റിങ്സ് എഴുതിയത് കാണാം. അതിനെക്കുറിച്ച് കുറേ ഇൻ്റർവ്യൂസൊക്കെ കാണാം. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗോ ത്രൂ ദാറ്റ്. സോ മനു എസ് പിള്ളെ ആരാണ് ഓഥർ എന്ന് നോക്കാം ആദ്യം. ഹി ഈസ് an acclaimed Indian author and historian renowned for his meticulous research and engaging narrative style. ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ ബുക്കും എഴുതുക. ഓക്കെ, സോ ഹി വാസ് ബോൺ ഓൺ 26 May 1990 in Pune. Following his schooling, Manu S. Pillai enrolled at Ferguson College in Pune, earning a bachelor's degree in economics. He later advanced his studies by completing a master's degree in international relations at King's College, London. Okay, അപ്പോൾ പൂനെയിലും ലണ്ടനിലൊക്കെ പഠിച്ച ഒരാളാണ്. നോട്ട് ഓൺലി ദാറ്റ്, ഹി വർക്ക്ഡ് ആസ് ദ ചീഫ് ഓഫ് സ്റ്റാഫ് ടു ഡോക്ടർ ശശി തരൂർ MP and assisted Dr. Sunil Kilnani in the Incarnations History series of the BBC. Okay. The Ivory Throne Chronicles of the House of Travancore, published in 2015, was praised for its depth of research and narrative flair, and earning him the Tata Prize for the best first work of non-fiction in 2016, Sahitya Academy Yuva Puraskar in 2017. അപ്പോൾ ഇദ്ദേഹത്തിന് 2016 ടാറ്റ പ്രൈസ് ഫോർ ബെസ്റ്റ് ഫസ്റ്റ് വർക്ക് ഓഫ് നോൺ ഫിക്ഷനും കിട്ടിയിട്ടുണ്ട്. ദെൻ 2017 സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും ലഭിച്ചത് ഏത് വർക്കിനാണ്? 2015 അദ്ദേഹം എഴുതിയ ദ ഐവറി ത്രോൺ ക്രോണിക്കിൾസ് ഓഫ് ദ ഹൗസ് ഓഫ് ട്രാവൻകോർ, അതിനാണ്. ഇതിനെ പറ്റിയൊക്കെ ഇൻ്റർവ്യൂസ് കാണാം നമുക്ക് യൂട്യൂബിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റ് നോട്ടബിൾ വർക്ക്സ് റെബൽ സുൽത്താൻസ്, ദ ഡെക്കൻ ഫ്രം ഖിൽജി ടു ശിവാജി, പിന്നെ ദ കോർട്ടിസൺ ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ, ടെയിൽസ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഈ പറയുന്ന വർക്ക് ഉണ്ടല്ലോ, അതിൽ നിന്നും എടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചെറിയൊരു എക്സെപ്റ്റ്, ഈ ഒരു പോർഷൻ. ഓക്കെ, so it was written in 2019 and he is a prominent public speaker at literary festivals and academic conference in India and abroad. അപ്പം റെലവൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഒരുപാട് പബ്ലിക് സ്പീക്കറാണ്. ലിറ്റററി ഫെസ്റ്റിവൽസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സംവാദം നടത്തുന്ന ആളാണ്. ആസ് എ prolific columnist, he has contributed insightful reflections on historical and cultural themes to various national and international publications. So he have done a lot of insightful exploration of India's past in his writings. Okay, ഒരുപാട് ഇന്ത്യയുടെ പാസ്റ്റിനെ പറ്റി, ഹിസ്റ്ററിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് എഴുതിയ കുറേ റൈറ്റിങ്സ് ഉണ്ട്. സോ ദ എക്സ്ട്രാക്ട് എൻടൈറ്റിൽഡ് എ മുസ്ലിം ഡെയ്റ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ ഇസ് എ ചാപ്റ്റർ ഫ്രം ദ കോർട്ടിസൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മൺ. നമ്മൾ പറഞ്ഞ പോലെ എ മുസ്ലിം ഡെയ്റ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്ന ഈ ഒരു എക്സ്ട്രാക്ട്, നമുക്ക് പഠിക്കാനുള്ളൊരു എക്സ്ട്രാക്ട് വരുന്നത് ദ കോർട്ടിസൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ എന്ന് പറയുന്ന കളക്ഷൻ എന്നാണ്. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ മിത്ത് ആൻഡ് ലെജൻഡ് ഹാവ് ഹിസ്റ്റോറിക്കലി ബീൻ യൂസ്ഡ് ഇൻ ഇന്ത്യ ടു ലെജിറ്റിമൈസ് പൊളിറ്റിക്കൽ പവർ, navigate social changes and integrate diverse cultural and religious elements, highlighting the interplay between mythological narratives and real politics. അപ്പോൾ എന്താണ് ഈ ഒരു വർക്കിൽ പറയുന്നത്? ദ കോർട്ടിസൺ, ദ മഹാത്മ, ദ ഇറ്റാലിയൻ ബ്രാഹ്മൺ. അതിലുള്ള എസ്സേസിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് മിത്തും ലെജൻഡും, മീൻസ് പണ്ടത്തെ മിത്തുകളും ഇപ്പോഴുള്ള മിത്തുകളും ലെജൻഡും സ്റ്റോറീസും ഹിസ്റ്ററിയൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ? ടു ലെജിറ്റിമൈസ് പൊളിറ്റിക്കൽ പവർ, നാവിഗേറ്റ് സോഷ്യൽ ചേഞ്ചസ്
ആൻഡ് ഇൻറ്റഗ്രേറ്റ് diverse cultural ആൻഡ് റിലീജിയസ് എലമെൻറ്റ്സ്. അപ്പം എല്ലാ റിലീജിയസ് കൾച്ചറൽ എലമെൻറ്റ്സ് ഉണ്ടാവുന്നതും സോഷ്യൽ ചേഞ്ചസിന് ഒക്കെ ലീഡ് ചെയ്യുന്നതും ഒക്കെ ഇന്ത്യയിൽ ഉള്ള മിത്തും ലെജൻഡും ഒക്കെയാണ്. ലെജൻഡറി സ്റ്റോറീസ്, ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഓൾ. അപ്പോൾ ഇതിൽ ഹി ഹൈലൈറ്റ്സ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ മിത്തോളജിക്കൽ നരേറ്റീവ്സ് ആൻഡ് റിയൽ പൊളിറ്റിക്. അപ്പം ആ മിത്തോളജിക്കൽ നരേറ്റീവ്സും സ്റ്റോറീസും അതും റിയൽ പൊളിറ്റിക്സും തമ്മിലുള്ളൊരു ഇൻ്റർപ്ലേ ഒക്കെയാണ് ഈ ഒരു എസ്സേയിൽ അദ്ദേഹം അൺകവർ ചെയ്ത് പറയുന്നത്. സോ നമുക്ക് ഇതിൽ ആ ഒരു എസ്സേ കംപ്ലീറ്റ് അല്ല, ഈ ഒരു എക്സേപ്റ്റ് മാത്രം, ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രം, എ മുസ്ലിം ഡെയിറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ, ആ ഒരു പോർഷൻ മാത്രമാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എക്സ്ട്രാക്റ്റിലേക്ക് കടക്കാം. എ മുസ്ലിം ഡെയിറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രാക്റ്റ്, അത് എ മുസ്ലിം പ്രിൻസസ് ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്നും കാണാൻ പറ്റും. അത് ആക്ച്വലി ഒരു നോൺ ഫിക്ഷണൽ വർക്കാണെങ്കിലും നല്ല 1-2 സ്റ്റോറീസ് ഇതിനകത്ത് പറയുന്നുണ്ട്. മിത്ത് ഹിസ്റ്ററി കണക്റ്റഡ് ആണല്ലോ, അപ്പോൾ ഓഫ് കോഴ്സ് സ്റ്റോറീസ് ഉണ്ടാവും. മുസ്ലിം ഡെയിറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ അല്ലെങ്കിൽ മുസ്ലിം പ്രിൻസസ് ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു മുസ്ലിം പ്രിൻസസ്, ഒരു രാജകുമാരിയുണ്ട് ഡൽഹിയിലുള്ള, തുഗ്ലക് രാജകുടുംബത്തിലൊക്കെ ഉള്ള. അപ്പോൾ അവിടുത്തെ ഒരു രാജകുമാരിക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു ഐഡലിനോട്, ഒരു ദൈവത്തിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. ആ ഐഡലിനെ കൊണ്ടുപോയിട്ട് അതിനെ ഒരുക്കി അതിനെ വേർഷിപ്പ് ചെയ്ത് അങ്ങനെ ഒരു ലവ്, ഒരു അഫെക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. സോ ലെറ്റ് us ലുക്ക്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. ഇന്ത്യ ഇസ് എ പാലിംസെസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ക്യൂരിയസ് ടെയിൽസ്. പാലിംസെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, കുറേ റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന, മീൻസ് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കുറേ സ്റ്റോറീസ്, കുറേ ചരിത്രങ്ങൾ, മിത്തുകൾ പല റിലീജിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്ത്യയിലാണ് അത് അങ്ങനെ കാണാൻ പറ്റുക. സോ ഇന്ത്യ ഈസ് എ പാലിംസെസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ക്യൂരിയസ് ടെയിൽ. പാലിംസെസ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എ മാനുസ്ക്രിപ്റ്റ് ഓർ പീസ് ഓഫ് റൈറ്റിംഗ് മെറ്റീരിയൽ ഓൺ വിച്ച് ലേറ്റർ റൈറ്റിംഗ് ഹാസ് ബീൻ സൂപ്പർഇമ്പോസ്ഡ് ഓൺ effaced earlier writing. സോ വീണ്ടും ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുസ്ക്രിപ്റ്റ്, അതിനൊക്കെയാണ് പാലിംസെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യ അതുപോലെയാണ്, ഒരുപാട് കൾച്ചറും ഹിസ്റ്ററിയൊക്കെ ഉള്ളൊരു കൺട്രിയാണ്. ആൻഡ് വെരി ഓഫൻ സീമിംഗ്ലി ഇൻകോൺഗ്രുവസ് എലമെൻറ്റ്സ് ഫ്രം ദ റിയൽം ഓഫ് ഫാബിൾ ആൻഡ് മിത്ത് ലെൻഡ് ആൻഡ് ironic congruence to the concrete world of men. അപ്പോൾ ഒരുപാട് മിത്തുകൾ ഉണ്ടെങ്കിലും കുറേ ഇൻകോൺഗ്രുവസ് എലമെൻറ്റ്സ് ഉണ്ട്. എന്താ ഇൻകോൺഗ്രുവസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, മീൻസ് നമ്മളെ സറൗണ്ടിങ്സുമായിട്ട് അത്ര ഹാർമണിയിലല്ലാത്ത, എല്ലാം ചിലപ്പം നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. എന്നാൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സും ഉണ്ടെന്ന്. ഓൾ ത്രൂ ഹിസ്റ്ററി എ ജനറസ് ഫാബ്രിക്കേഷൻ ഓഫ് മിത്തോളജി ഹാസ് ഹെൽപ്ഡ് പൊളിറ്റിക്സ് നാവിഗേറ്റ് ദ ഓക്വേർഡ് കോർണേഴ്സ് ഇൻ വിച്ച് ഇറ്റ്സ് പ്രൊട്ടഗോണിസ്റ്റ് ലാൻഡ് ദംസെൽസ്. അപ്പോൾ പൊളിറ്റിക്സൊക്കെ എനിവേ ഒരുപാട് ഇങ്ങനത്തെ ഫാബ്രിക്കേഷൻ ഓഫ് മിത്തോളജീസൊക്കെ പൊളിറ്റിക്സ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. നമ്മളുടെ ഏത് ടെമ്പിളിൻ്റെയും മോസ്കിൻ്റെയും ഒക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ എടുക്കുകയാണെങ്കിൽ many are making use of such myth, history and all. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണ്, ശിവാജി ഈസ് എ കേസ് ഇൻ പോയിന്റ്. ദ മറാത്ത വാരിയർ had emerged as a real force in the late 17th century with armies, treasure and swaths of territory at his command. അപ്പോൾ ഒരു മറാത്ത വാരിയർ ഒരു റിയൽ ഫോഴ്സൊക്കെ ആയിട്ട് ലേറ്റ് 17th സെഞ്ച്വറിയിൽ വന്ന ഒരാളാണ്. ബട്ട് റൈവൽസ് ഇൻക്ലൂഡിംഗ് ലോക്കൽ ഫാമിലീസ് ഓഫ് എ പ്രൊവിനൻസ് സുപ്പീരിയർ ടു ഹിസ് ഓൺ പെയിൻറ്റഡ് ഹിം മിയർലി ആസ് ആൻ ഓവർ സ്ട്രോങ് റെബൽ, എ വാർ ലോർഡ് വിത്ത് എ ഫ്രൈറ്റ്ഫുൾ നമ്പർ ഓഫ് സ്വാർഡ്സ് അറ്റ് ബെസ്റ്റ്. പക്ഷേ റൈവൽസ് എന്ന് വെച്ചാൽ എന്താ, എതിരാളികൾ, അദ്ദേഹത്തിൻ്റെ ശിവാജിയുടെ എതിരാളികൾ എന്തു ചെയ്തു, ഇൻക്ലൂഡിങ് ലോക്കൽ ഫാമിലീസ്, അദ്ദേഹത്തിന് സുപ്പീരിയർ ആയിട്ടുള്ള ലോക്കൽ ഫാമിലീസൊക്കെ, ദേ ഓൾ പെയിൻറ്റഡ് ഹിം മിയർലി ആസ് എൻ ഓവർ സ്ട്രോങ് റെബൽ. ഒരു റെബലായിട്ടാണ്, ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെബലായിട്ടാണ് അവർ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ, എതിരെ നിൽക്കുന്നവരൊക്കെ അദ്ദേഹത്തിനെ ഒരു ഓവർ സ്ട്രോങ് റെബലായിട്ടാണ് പെയിൻറ്റ് ചെയ്ത് പിക്ചർ ചെയ്ത ആൾക്കാരുടെ മുന്നിൽ.
a warlord with a rightful number of swords at best, so that in addition to actual power, what the Maratha hero urgently needed was legitimacy. അപ്പം കുറേ ആയുധങ്ങളും ഒക്കെ ഉള്ള ഒരു യുദ്ധത്തിന് വരുന്ന ഒരാളെ പോലെയാണ് ശിവാജിയെ എല്ലാവരുടെയും മൈൻഡിൽ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബട്ട് വാട്ട് ഹീ വാണ്ടഡ് വാസ് legitimacy. Legitimacy means conformity to the laws or to rules. Okay. The answer to Shivaji's woes came in 1674 when he decided to promote himself from warlord to king. അങ്ങനെ ശിവാജി എന്ത് ചെയ്തു? ഒരു വാർലോഡ് എന്നുള്ള ഇമേജിൽ നിന്നും അദ്ദേഹം ഒരു കിങ് ആയി മാറാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. വിത്ത് ക്ലാസിക്കൽ റിച്വൽ ഇൻ എക്സ്ട്രാവേഗൻ ഡിസ്പ്ലേ. എ ജീനിയോളജി വാസ് ഡിസ്കവേർഡ് കണക്ടിങ് ഹിം ടു ആൻ ആൻഷ്യൻ റോയൽ ലൈൻ. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി, ചരിത്രം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ആൻഷ്യൻ റോയൽ ലൈനുമായിട്ട് അദ്ദേഹത്തിന് ഒരു കണക്ഷൻ കാണാൻ പറ്റി. ആൻഡ് ഓസ്റ്റൻറ്റേഷ്യസ് റൈറ്റ്സ് പെർമിറ്റഡ് ഹിം ടു ക്ലെയിം പ്യോർ ക്ഷത്രിയ സ്റ്റാറ്റസ്. അപ്പോൾ ഒരു ക്ഷത്രിയ, അവിടുത്തെ ഒരു റോയൽ എന്ന് കരുതപ്പെടുന്ന ഒരു ആൾക്കാരുടെ അവരുടെ ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിൻ്റെ ജീനിലുള്ളതായിട്ട്, ഹിസ്റ്ററിയിൽ ഫാമിലിയിലുള്ളതായിട്ട് കണ്ടു. hitherto local Brahmins deemed him like other Marathas, much lower in caste. It was a master stroke. Shivaji now formally soared above all other Maratha clans. അപ്പോൾ ഇപ്പം ആ മറാത്ത ക്ലാൻസിലുള്ള, മറാത്ത വംശത്തിലുള്ള അതിലുള്ള ലോക്കൽ ആൾക്കാരെക്കാളൊക്കെ കുറച്ച് എബവ് ആണ് ശിവാജി, which remained in their previous relatively inferior position. മറ്റു ഉള്ളവരൊക്കെ ഒരു ഇൻഫീരിയർ പൊസിഷനിലാണ്. അപ്പോൾ അദ്ദേഹം ശിവാജി ഇപ്പോൾ ഒരു ഉയർന്നൊരു കിങ് എന്നുള്ള ഒരു ഫിഗറിലേക്ക് വരുന്നുണ്ട്. വൈൽ സൈമൾട്ടേനിയസ്ലി അലേർട്ടിംഗ് ഹിസ് മുഗൾ ഫോഴ്സ് ദാറ്റ് ദേ കുഡ് നോ ലോങ്ങർ ഡിസ്മിസ് ഹിം ആസ് എ മൗണ്ടെയിൻ റാറ്റ്. ഓക്കെ, അപ്പം ശിവാജി ഒരു കിങ് പൊസിഷനിലേക്ക് വരികയാണ്, ഒരുപാട് വാറോ ഡിഫീറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പം അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മുഗൾ ഫോഴ്സിനെ, മുഗൾ വംശജരിലുള്ള അദ്ദേഹത്തിൻ്റെ എനിമീസിനോട്, ഹി യൂസ് ടു ഫൈറ്റ് വിത്ത് മുഗൾ. അപ്പം ആ എനിമീസിൻ്റെ അടുത്ത് എന്നെ ഇനി ഒരു മൗണ്ടെയിൻ റാറ്റായിട്ട് കണ്ടങ്ങനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നും കൂടി അദ്ദേഹം അലേർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിയണമെങ്കിൽ ഒരുപാട് ഹിസ്റ്ററി അറിയേണ്ടതുണ്ട്. അപ്പം മുഗൾ കിങ് ഔറംഗസേബാണ് ശിവാജിയെ മൗണ്ടെയിൻ റാറ്റ് അല്ലെങ്കിൽ പഹത് കച്വ എന്ന് വിളിച്ചത്. ബിക്കോസ് അവർ എനിമീസ് ആയിരുന്നു. ശിവാജി ലൂട്ടഡ് സൂരത് സിറ്റി ട്വൈസ് ആൻഡ് എസ്കേപ്ഡ്. ശിവാജി സൂരത് സിറ്റിയൊക്കെ ലൂട്ട് ചെയ്തിട്ട് അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് മലയിൽ പോയി ഒളിച്ചിട്ടുണ്ട്. ഓക്കെ, മുഗൾ രാജവംശത്തിൽപ്പെട്ടവരായിട്ട് ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്ത് ചിലതൊക്കെ ജയിച്ചിട്ടും ചിലതൊക്കെ ഫെയിലായതുമാണ്. അപ്പം അങ്ങനെ മൗണ്ടെയിനിൽ പോയി ഒളിച്ചതുകൊണ്ടാണ് മൗണ്ടെയിൻ റാറ്റ് എന്നുള്ള ഒരു പേര് ഔറംഗസേബ് വിളിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് മുഗൾ വംശജർക്ക്, മുഗൾ ഫോഴ്സിൽ, അതായത് മുഗൾ എനിമീസിനെ അദ്ദേഹം അലേർട്ട് ചെയ്യുന്നുണ്ട്, ഇനി അധികം കാലം മൗണ്ടെയിൻ റാറ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, when he met the Qutub Shah of Golconda shortly afterwards, he was received with an embrace reserved only for a royal equal. അപ്പോൾ ശിവാജി അങ്ങനെ ഒരു കിങ് ഇമേജിലേക്ക് വരികയാണ്. പിന്നീട് കുത്തുബ് ഷാ ഓഫ് ഗോൽക്കൊണ്ടയിലെ കുത്തുബ് ഷാ ആയിട്ട് ഒരുപാട് കുറച്ച് ടൈപ്പിനൊക്കെ ശേഷം ഒരു റോയൽ ലൈനിലേക്ക്, ഈക്വൽ ടു റോയൽ ലൈനിലേക്ക് ശിവാജി വന്നിട്ടുണ്ട്. ശിവാജി എന്ന് പറയുന്നത് ഛത്രപതി ശിവാജി മഹാരാജയാണ്. പിന്നെ ഇവിടെ കുത്തുബ് ഷാ ഓഫ് ഗോൽക്കൊണ്ട പറയുന്നത് കുത്തുബ് ഷാഹി റൂളർ ആണ്, അബ്ദുൽ ഖസിൻ കുത്തുബ് ഷാ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് മിലിറ്ററി അലയൻസുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് 1677 അത് മുഗൾ എംപറർ ഔറംഗസേബിന് വേണ്ടിയിട്ടാണ്. അപ്പം മുഗൾ രാജാക്കന്മാരായിരുന്നു ശിവാജിയുടെയും കുത്തുബ് ഷായുടെയൊക്കെ എനിമീസ് എന്ന് പറയുന്നത്. ദേ ഫോട്ട് അഗെയിൻസ്റ്റ് ദീസ് മുഗൾ എംപറേഴ്സ്. അപ്പോൾ മുഗൾ എംപറേഴ്സ് ആരാണ്? ഒരു സമയത്ത് ഇന്ത്യ റൂള് ചെയ്ത മുസ്ലിം ഡൈനാസ്റ്റിയാണ് മുഗൾ എംപറേഴ്സ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി, മുഗൾ രാജാക്കന്മാർ, അവരെ പറ്റിയൊക്കെ അറിഞ്ഞാൽ ദിസ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു. അറൗണ്ട് 16th to 19th century ഇന്ത്യയുടെ ഒരു ലാർജ് പോർഷൻ റൂൾ ചെയ്തവർ മുഗൾസാണ്. ഓക്കെ, സോ ശിവാജിയുടെ ഈ ഒരു ഇന്ത്യയുടെ മിത്തുകൾ, സ്റ്റോറീസൊക്കെ എങ്ങനെയാണ് നമ്മൾ പൊളിറ്റിക്സിലും ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു വരാനാണ് ഇപ്പോൾ ഈ ശിവാജിയുടെ ഒരു മാറ്റർ പറഞ്ഞത്. ഫസ്റ്റ് പാരഗ്രാഫിൽ ശിവാജിയുടെ ഒരു വാർ ലോഡിൽ നിന്നും ഒരു കിങ് ആയി മാറിയ ശിവാജിയുടെ
ഒരു ചെറിയൊരു പോർഷനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ As a society, India has often negotiated disruptive change through such invention of tradition. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരുപാട് ഡിസ്ട്രപ്റ്റീവ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വെൻ മുസ്ലിം മൈറ്റ് അറൈവ്ഡ് in northern India alongside invaders, a new chapter was inaugurated in the story of the subcontinent. The old order collapsed in many places and a fresh structure was fashioned with Islamicate ideals in the ascendant. അപ്പോൾ മുഗൾ രാജാക്കന്മാർ ഇന്ത്യയിൽ മുഗൾ ഡൈനാസ്റ്റിയൊക്കെ വന്നപ്പം ഒരുപാട് ഇസ്ലാമിക്കേറ്റ് ഐഡിയൽസ് ഒക്കെ വന്ന് തുടങ്ങി. ആ ഒരു അസെൻഡൻറ്റ് മീൻസ് ആ റൈസിങ് പവറിൽ വളർന്നിങ്ങനെ വരുന്ന ആ ഒരു ഇതിൽ ഇസ്ലാമിക്കേറ്റ് ഐഡിയൽസ് മീൻസ് ഇസ്ലാമിക്കേറ്റ് എന്ന് പറയുന്നത് വിച്ച് റിലേറ്റഡ് ടു ദ കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റീസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ Islam. One way in which elites on both sides tried to rationalize these painful changes was to borrow historian Aziz Ahmad's terminology through epics of conquest and resistance. അപ്പോൾ ഈ എലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ആൾക്കാർ, ഓക്കെ, രണ്ട് സൈഡിലുള്ള അവർ ഈ കാര്യങ്ങളൊക്കെ ഈ ചേഞ്ചസ് ഈ ഡിഫീറ്റിങ് അതൊക്കെ റേഷണലൈസ് ചെയ്ത് അസീസ് അഹമ്മദിൻ്റെ ടെർമിനോളജീസ് ബോറോ ചെയ്തിട്ടാണ്. ത്രൂ എപ്പിക്സ് ഓഫ് കോൺക്വസ്റ്റ് റെസിസ്റ്റൻസ് ഇതിനെ പറ്റിയുള്ള എപ്പിക്സ് ഒക്കെ റീഡ് ചെയ്തിട്ട് അസീസ് അഹമ്മദ് ഇസ് എ പാകിസ്ഥാനി ഹിസ്റ്റോറിയൻ റൈറ്ററാണ്. ഓക്കെ, so thus for instance we have Muslim accounts that exaggerate the destruction of infidels in India. അപ്പം ഇൻഫിഡൽ എന്ന് വെച്ചാൽ എന്താ, ഒരു certain റിലീജിയനിൽ വിശ്വസിക്കാത്തവരെയാണ്, അതിൽ ട്രസ്റ്റ് ഇല്ലാത്തവരെയാണ് ഇൻഫിഡൽസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ടേം യൂസ്ഡ് ഇൻ certain religions for those who do not believe in the central tenets of one's own religion. സ്വന്തം റിലീജിയനിലെ പ്രധാനപ്പെട്ട ടെനറ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവരുടെ വാദങ്ങൾ അത് വിശ്വസിക്കാത്തവരാണ് ഇൻഫിഡൽസ്. ഓക്കെ, so thus for instance we have Muslim accounts that exaggerate the destruction of infidels in India when in reality even the terrifying Muhammad of God's early coins prominently featured the infidel goddess Lakshmi without irony. The former legitimized him in the wider Islamic world through literary bombast and bravado, while the latter was a practical concession as he sought to rule a country full of non-Muslims. അപ്പോൾ എന്താ ഈ ഒരു ലോങ് ലൈനിൽ പറയുന്നത്? ഒരു ഇൻസ്റ്റൻസിൽ എക്സാമ്പിൾ പറയാം. വി ഹാവ് മുസ്ലിം അക്കൗണ്ട്സ്, ഒരുപാട് മുസ്ലിം അക്കൗണ്ട്സ് ഉണ്ട് ദാറ്റ് എക്സാജറേറ്റ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസ്. അപ്പോൾ ഇൻഫിഡൽസിൻ്റെ destruction of infidels in India, when in reality even the terrifying Muhammad of God's early coins prominently featured the infidel goddess Lakshmi. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, മുഹമ്മദ് ഓഫ് ഗോർ എന്ന് പറയുന്നത് മുസ്ലിം റൂള് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത അതിലെ ആൾക്കാരിലൊരാളാണ്. ഓക്കെ,
Muhammad of Ghor, also known as Muizzuddin Muhammad, established a Muslim rule in the Indian subcontinent which lasted for centuries. അപ്പം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ മുസ്ലിം റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളാണ് മുഹമ്മദ് ഓഫ് ഗോർ. അപ്പം ഇന്ത്യയിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് മുസ്ലിം അക്കൗണ്ട്സിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസ്, സ്വന്തം റിലീജിയനിൽ വിശ്വസിക്കാത്തവരുടെ ഡിസ്ട്രക്ഷനും അതും കാണാൻ പറ്റും. പക്ഷേ റിയാലിറ്റിയിൽ കാണുന്ന വേറൊരു സംഭവമാണ് മുഹമ്മദ് ഓഫ് ഗോറിൻ്റെ കാലത്തെ കോയിൻസിലൊക്കെ ഇൻഫിഡൽ ഗോഡസ് ലക്ഷ്മീനെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വിത്തൗട്ട് irony, വിത്തൗട്ട് any confusion. So the former legitimized him in the wider Islamic world through literary bombast and bravado, while the later was a practical concession as he sought to rule a country full of non-Muslims. Okay, അപ്പം ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഫിഡൽസ് എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരെ ഡിസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഇസ്ലാമിക് സൈഡാണ്. എന്നാലും മറ്റൊരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് ഒരുപാടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അങ്ങനത്തെ ഒരു സ്ഥലം ഭരിക്കുമ്പം ആ കോയിൻസിൽ ഗോഡസ് ലക്ഷ്മിയുടെ ഫിഗർ കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ കൺസെഷൻ എന്ന് പറയുകയാണ്. രണ്ട് സൈഡും നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് വാസ് കൗണ്ടേർഡ് ആസ് ദ സ്കോളർ റിച്ചാർഡ് എച്ച് ഡേവിസ് നോട്ട്സ്. Hindu elites with their own exaggeration of suffering and valor, the case of the Rajput queen Padmavati preferring fire to a Muslim's harem being merely one prominent example. അപ്പോൾ റിച്ചാർഡ് എച്ച് ഡേവിസ് ഒരു പ്രൊഫസറാണ് ഓഫ് റിലീജിയൻ ആൻഡ് ഏഷ്യൻ സ്റ്റഡീസ്, ബാർഡ് കോളേജ്. ഓക്കെ, സോ എന്താ അത് പറയുന്നത്? ദിസ് വാസ് കൗണ്ടഡ് ആസ് ദ സ്കോളർ റിച്ചാർഡ് എച്ച് ഡേവിസ് നോട്ട്സ്. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡ് പറഞ്ഞില്ല നമ്മൾ, ഫോമർ ആൻഡ് ലേറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് കേസുകൾ. അപ്പം ദിസ് വാസ് കൗണ്ടേർഡ് ആസ് ദ സ്കോളർ റിച്ചാർഡ് എച്ച് ഡേവിസ് നോട്ട്സ്. ഇപ്പോൾ റിച്ചാർഡ് എച്ച് ഡേവിസ് പറയുന്ന വേറൊരു സൈഡ് ഉണ്ട്. ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന പല റിലീജിയസ് സൈഡുകളും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു എലൈറ്റ്സ് വിത്ത് ദിയർ ഓൺ എക്സാജറേഷൻസ് ഓഫ് സഫറിങ് ആൻഡ് വാലർ. അപ്പോൾ ഹിന്ദു എലൈറ്റ്സിന് അവരുടേതായ സഫറിങ്സ് അങ്ങനത്തെ സ്റ്റോറി അവർക്കുണ്ട്. ദ കേസ് ഓഫ് ദ രജ്പുത് ക്വീൻ പത്മാവതി പ്രിഫറിങ് ഫയർ ടു എ മുസ്ലിംസ് ഹാരം ബീയിങ് മിയർലി വൺ പ്രൊമിനൻറ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം പത്മാവതി എന്ന് പറയുന്ന ഫിലിം കണ്ടവർക്ക് ഒന്നുകൂടി ഹിസ്റ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ദ കേസ് ഓഫ് രജ്പുത് ക്വീൻ ആയിരുന്നു പത്മാവതി. ഷീ പ്രിഫേർഡ് ഫയർ ആണ് അവൾ പ്രിഫർ ചെയ്തത് എന്തിന്? മോർ ദാൻ ടു എ മുസ്ലിംസ് ഹാരം. വാട്ട് ഇസ് മുസ്ലിംസ് ഹാരം എന്ന് പറഞ്ഞാൽ മുസ്ലിംസിൻ്റെ ഹൗസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനേക്കാളും ഷീ പ്രിഫേർഡ് ഫയർ. ഓക്കെ, ബീങ് മിയർലി വൺ പ്രൊമിനൻറ്റ് എക്സാമ്പിൾ. അപ്പോൾ ഇത് ജൗഹർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു, അതായിട്ട് കണക്റ്റഡ് ആണ്. ജൗഹർ അല്ലെങ്കിൽ ജുഹാർ, അത് ഒരു ഹിന്ദു രജ്പുത്തുകാരുടെ പ്രാക്ടീസ് ആയിരുന്നു. ഗേൾസും വുമനൊക്കെ അവർ എന്തെങ്കിലും എൻസ്ലേവ്മെൻറ്റ്, അവർ സ്ലേവ്സ് ആവേണ്ടി വരിക, ഡിഫീറ്റ് ആവേണ്ടി വരികയൊക്കെ ആണെങ്കിൽ അവർ മൊത്തത്തിൽ പോയിട്ട് തീയിൽ ചാടുക. പത്മാവതി കാണാം ആ ഒരു ഫിലിമിൽ ലാസ്റ്റ് പോയിട്ട് പിടി കൊടുക്കാതെ എല്ലാവരെയും കൂട്ടി പോയി തീയിൽ പോയിട്ട് ചാടുകയാണ്. ഓക്കെ, അതാണ് ഷീ പ്രിഫേർഡ് ഫയർ എന്ന് പറയുന്നത്. ജൗഹർ സംടൈംസ് സ്പെൽഡ് ഇറ്റ് ഈസ് കോൾഡ് ജൂഹർ ഓൾസോ. ആ ഒരു കസ്റ്റത്തിന് പറയുന്ന പേരാണത്. അത് ഇതിൽ പറയുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ആ ഒരു റിച്വലിനെ ജൗഹർ. ഓക്കെ, അപ്പോൾ ആ ഒരു റിച്വൽ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹിന്ദു രജ്പുത് പ്രാക്ടീസ് ഓഫ് മാസ് സെൽഫ് ഇമോലേഷൻ ബൈ വുമൻ ആൻഡ് ഗേൾസ്. സ്വന്തമായിട്ട് അവർ എൻസ്ലേവ്മെൻ്റ് ഒക്കെ അതിൽ ഡിഫീറ്റഡ് ആവുന്നതിന് പകരം അതാണെന്ന് വിചാരിച്ച് പോയിട്ട് സ്വന്തമായിട്ട് അവർ സൂയിസൈഡ് ചെയ്യുകയാണ് ഫയറിൽ ചാടിയിട്ട്. ഓക്കെ, so on all sides of power, rhetoric was amplified, legends and tales competing for narrative dominance, even as real politics was guided on the ground by battles and great armies. Both went hand in hand, adding yet another layer of detail in an already complex land. Okay, അപ്പോൾ ഇതുപോലെ ഒരുപാട് മിത്തിക്കൽ സ്റ്റോറീസ് ഹിസ്റ്ററീസ് ഇന്ത്യക്ക് ഉണ്ട്. സോ ഇനി മറ്റൊരു സ്റ്റോറി പറയാണ്. വൺ സച്ച് റിമാർക്കബിൾ സ്റ്റോറി ഫ്രം ദ 14th century ഫീച്ചേഴ്സ് എ മുസ്ലിം വുമൻ റിവേർഡ് ടു ദിസ് ഡേ ആസ് തുളുക നച്ചിയാർ.
തുളുക നച്ചിയാർ എന്നാണ് ആ ഒരു മുസ്ലിം വുമൺ അറിയപ്പെടുന്നത്. ഡൽഹിയിൽ നിന്ന് നോർത്തിൽ നിന്നും സൗത്തിലേക്ക്, ഇന്ത്യൻ സൗത്തിലേക്ക് വന്ന ഒരു മുസ്ലിം വുമൻ്റെ സ്റ്റോറിയാണ്. ഷി വാസ് കോൾഡ് തുളുക നച്ചിയാർ. തുളുക നച്ചിയാർ മീൻസ് തുഗ്ലക് പ്രിൻസസ് അല്ലെങ്കിൽ ടർക്കിഷ് പ്രിൻസസ് എന്ന്. ഓക്കെ, തുഗ്ലക് രാജകുമാരി, അവിടുത്തെ പ്രിൻസസ് എന്നുള്ളത്. Who is said to have fallen in love with a Hindu god. Even a mere outline of the legend is fascinating. When Muslim troops from Delhi plundered temples in southern India. അപ്പോൾ മുസ്ലിം ട്രൂപ്സ്, ഡൽഹിയിൽ നിന്നും വന്ന മുസ്ലിം ട്രൂപ്പുകളൊക്കെ സദേൺ ഇന്ത്യയിലെ ടെമ്പിൾസിലൊക്കെ കയറി. On their list was the great Vaishnava shrine at Srirangam in Tamil Nadu. അപ്പോൾ തമിഴ്നാട്ടിലെ ശ്രീരംഗത്തുള്ള വൈഷ്ണവ ഷ്രൈനും അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു, അവർ പ്ലണ്ടർ ചെയ്ത ടെമ്പിൾസിൽ. So the temple chronicle, the Koil Oyugu, tells of the attack of the invading armies and the fall of a heroic warrior in defense of the temple. അപ്പോൾ ഈ ടെമ്പിളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ വാർ, അതൊക്കെ കോയിൽ ഒഴുകുക എന്ന് പറയുന്ന ഒരു വർക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ കാണാൻ പറ്റും. The Sultan's men then seized the idols and image of deity in transport to Delhi. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ ടെമ്പിളിലൊക്കെ ഉള്ള ഐഡൽസ്, ബിംബങ്ങളും പ്രതിമകളും അതൊക്കെ അവരെന്ത് ചെയ്തു, ഡൽഹിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി. Unknown to the soldiers, a good woman devoted to the Lord travels with them to the north in disguise, even gaining access to Sultan's residence and confirming that her beloved deity is now parked in a palace storeroom. അപ്പോൾ ഈ സോൾജിയേഴ്സ് അറിയാതെ അവരുടെ കൂടെ ഒരു ലേഡി കൂടി യാത്ര ചെയ്യാണ്. ഓക്കെ, നോർത്തിലേക്ക് പോവുകയാണ്. ഈവൻ സുൽത്താൻ്റെ റെസിഡൻസിൽ വരെ അവർക്ക് ആക്സസ് ആയി. ഓക്കെ, ഷീ ദെൻ കൺഫേംസ് ദാറ്റ് ഹെർ ബിലവഡ് ഡൈറ്റി, അവൾക്ക് വേണ്ട, അവൾ ആരാധിച്ചിരുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫിഗർ, ആ ഒരു ഗോഡ് അല്ലെങ്കിൽ ഡീറ്റി. ഡീറ്റി എന്ന് പറയുന്നത് എന്തിനാ, ഐഡൽ എന്നൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ദേവത. അപ്പോൾ അതിപ്പോൾ ഉള്ളത് പാലസിലെ ഒരു സ്റ്റോർ റൂമിലാണ്. സോ ദിസ് ലേഡി റീകോൾ ഹിയർ ആഫ്റ്റർ ആസ് പിന്തുടർന്ന വള്ളി, ഷീ ഹു ഫോളോഡ്. അപ്പോൾ പിന്തുടർന്ന വള്ളി, ബാക്കിൽ പോയ വള്ളി, അല്ലെങ്കിൽ ഷീ ഹു ഫോളോഡ് എന്നുള്ള പേരിലാണ് അവൾ പിന്നെ റീകോൾ ചെയ്യപ്പെടുന്നത് ചരിത്രത്തിൽ. നൗ റിട്ടേൺസ് ടു ശ്രീരംഗം വേർ ഷീ അറ്റ് വൺസ് ഇൻഫോംസ് ദ ടെമ്പിൾ അതോറിറ്റീസ് ഓഫ് ദ വെയർ അബൌട്ട്സ് ഓഫ് ദെയർ ലോസ്റ്റ് ഡെറ്റി. അപ്പോൾ അവൾ എന്ത് ചെയ്യും, തിരിച്ച് ശ്രീരംഗത്തിലേക്ക് വരും, തമിഴ്നാട്ടിലെ ശ്രീരംഗത്തിലേക്ക് വരും. എന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ആ ഒരു ദേവത ഡേറ്റി, ആ ഒരു പ്രതിമ അവിടെ ഉണ്ട് എന്നുള്ളത് ടെമ്പിൾ അതോറിറ്റീസിനെ അറിയിക്കും. ലിബറേറ്റഡ് ഫ്രം ദെയർ anguish and sorrow, the Vaishnava Bhaktas rejoice and led their informant. 60 of them made their way to the court of the Sultan to reclaim their god. അപ്പം വൈഷ്ണവ ഭക്തസിനൊക്കെ അവർക്കൊക്കെ സന്തോഷമായി. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഒരു 60 of them went to the Sultan, അവരുടെ ഗോഡിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ഡേറ്റിയെ. So coming into the imperial presence there, they entertained the king with music and dance and asked for the deity of Srirangam to be returned to his rightful place in the south. അപ്പം അവരെന്ത് ചെയ്യും, അവിടെ പോയിട്ട് രാജാവിനെ മ്യൂസിക് ഡാൻസ് ഒക്കെ കൊണ്ട് പ്രീതിപ്പെടുത്തിയിട്ട് പകരമായിട്ട് എന്ത് ചോദിക്കും, അവരുടെ ആ ഒരു ഐഡൽ ദൈവത്തിനെ തരുമോയെന്ന് ചോദിക്കും. Pleased with their performance, the Tughlaq Sultan happily grants them this wish. അപ്പം പെർഫോമൻസ് കണ്ട് ഇഷ്ടമായിട്ട് തുഗ്ലക് സുൽത്താന് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. കമാൻഡിങ് ഹിസ് മെൻ ടു ഗോ ടു ദ സ്റ്റോർ റൂം ആൻഡ് റിട്രീവ് ശ്രീരംഗംസ് ഡീറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് സ്റ്റോർ റൂമിൽ പോയിട്ട് ശ്രീരംഗത്തിലെ ഡീറ്റിയെ, ദേവതയെ കൊടുക്കാൻ പറയും. എവ്രി വൺ ഇസ് റാദർ പ്ലീസ്ഡ് വിത്ത് ദ ടേൺ ഓഫ് ഈവൻറ്റ്സ് ആൻഡ് ദർ ഇസ് ഹോപ്പ് ഇൻ ദ എയർ ഓഫ് എ ഹാപ്പി കൺക്ലൂഷൻ. അപ്പോൾ അവിടെ ഒരു ഹാപ്പി കൺക്ലൂഷൻ, അവർക്ക് നഷ്ടപ്പെട്ടത് അവർക്ക് തിരിച്ചു കിട്ടുകയാണ്. അവരൊരു ഹാപ്പി കൺക്ലൂഷനുള്ളൊരു ഹോപ്പ് ഉണ്ട്. ഓക്കെ, there is where the twist occurs. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. എന്താണ്? It so happens that the Sultan's daughter had long before gone into the storeroom and collected the idol, taking it to her apartment and there playing with it as if it were a doll. അപ്പോൾ അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. എന്തുണ്ടായ, സുൽത്താൻ്റെ ഡോട്ടർ ആ സ്റ്റോർ റൂമിൽ പോയിട്ട് ആ ഐഡൽ എടുത്തിട്ട് അതിനെ ഒരുക്കുകയും കളിക്കുകയും അതിൻ്റെ കൂടെ ഒരുങ്ങും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഡോളിനെ പോലെ അതിനെ നോക്കിയിട്ടുണ്ട്. ദ ഇംപ്ലിക്കേഷൻ ഹവർ ഇസ് ദാറ്റ് ബൈ ഡ്രസ്സിങ് ഹിം, ഫീഡിങ് ഹിം ആൻഡ് ഗാർലൻഡിങ് ഹിം, അപ്പോൾ ഫീഡ് ചെയ്യുക, ഡ്രസ്സ് ചെയ്യിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ഡോളിനെ വെച്ചൊരു കുട്ടി കളിക്കുന്ന പോലെയൊക്കെ അതിനെ വെച്ച് കളിച്ചിട്ടുണ്ട്. ഗാർലൻഡിങ് ഹിം മീൻസ് പൂക്കൾ, ഗാർലൻ എന്ന് പറഞ്ഞാൽ പൂക്കൾ,
പൂമാലയൊക്കെ ഇട്ട് അങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. ആസ് ഇസ് ഡൺ ടു ഡീറ്റീസ് ഇൻ ഹിന്ദു ടെമ്പിൾ റിച്വൽസ്. അപ്പോൾ ഹിന്ദു ടെമ്പിൾ റിച്വൽസിലൊക്കെ ഡീറ്റീസിനെ, ദേവതമാരൊക്കെ ഹിന്ദു ടെമ്പിളിലൊക്കെ ഒരുക്കുന്നത് പോലെയൊക്കെ. ഓക്കെ, സോ ദ പ്രിൻസസ് വാസ് എസെൻഷ്യലി worshipping the image, winning divine affection, while during the day he kept her company in the form of an idol. At night the coil oyga mischievously suggests he played with the princess in a completely human avatar. അപ്പോൾ കോയിൽ ഒഴുക് അതിൽ പറയുന്നത്, അതിൽ സജസ്റ്റ് ചെയ്യുന്നത് ഡേ ടൈമിലൊക്കെ ആ സുൽത്താൻ്റെ ഡോട്ടറിൻ്റെ കമ്പനി ആ ഐഡൽ എൻജോയ് ചെയ്തു. നൈറ്റ് ടൈം ആകുമ്പോൾ എന്ത് ചെയ്തു? ഹി പ്ലേഡ് വിത്ത് പ്രിൻസസ്. ആരുമില്ലാത്ത സമയത്ത് ആ പ്രിൻസസിനോട് ഒരു ഹ്യൂമൻ അവതാരത്തിൽ വന്നിട്ട് പ്രിൻസസിനോട് കളിക്കാനൊക്കെ തുടങ്ങി ആ ഒരു ഡേറ്റി. As soon as the appeal from the Srirangam party is heard, however, the deity puts his Muslim beloved to sleep and agrees to return with his original devotees. അപ്പം മുസ്ലിം ബിലൗഡിനെ, ആ ഒരു സുൽത്താൻ്റെ ഡോട്ടറിനെ ഉറക്കത്തിലാക്കിയിട്ട് ശ്രീരംഗത്ത് നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ തിരിച്ച് ഗോഡ് പോവും. ഓക്കെ, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ സുൽത്താൻ, ഹു ഈസ് സംവാട്ട് സ്റ്റാർട്ടിൽഡ് ബൈ ദ അനിമേറ്റ് ഇമേജ്. ഒരു അനിമേറ്റ് ഇമേജാണ് സുൽത്താനിന് കൊടുക്കുന്നത്. ആ സുൽത്താൻ്റെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് ആര് പോകുന്നത്, ഇവരുടെ ദൈവം തിരിച്ചവരുടെ കൂടെ പോകുന്നത്. സോ ദേ സെറ്റ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി ഓൺലി ഫോർ ദ തുഗ്ലക് പ്രിൻസസ് ടു വേക്ക് അപ്പ് ഡിസ്ട്രോട്ട്. അപ്പോൾ അവർ പെട്ടെന്ന് പോയി. അതിനുശേഷം തുഗ്ലക് പ്രിൻസസ് എണീറ്റു. ഓക്കെ, ഷീ ഈസ് ഇൻ ഡിസ്ട്രോട്ട്, സങ്കടത്തിലാണ്. ഷീ ഹാസൻസ് ടു ക്യാച്ച് അപ്പ് വിത്ത് ദ ബ്രാഹ്മിൻസ്, who meanwhile have split so that one group can conceal the idol in Tirupati lest it be kidnapped again. അപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ആ ഗോഡിനെയും കൊണ്ടുപോയ അവർ 2 വഴിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ടീം അതിനെ തിരുപ്പതിയിൽ കൊണ്ടുപോയിട്ട് കൺസീൽ ചെയ്യാം, അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇനി ആരും കിഡ്നാപ്പ് ചെയ്ത് ഇനി ആരും കൊണ്ടുപോകാതിരിക്കാൻ എന്ന് കരുതിയിട്ട് ഒരു ടീം അങ്ങോട്ട് പോയി. അവർ സ്പ്ലിറ്റായിപ്പോയി. For the princess, this separation is unbearable. Arriving in Srirangam but finding her beloved absent. അപ്പം ഇവളെവിടെ എത്തി? സുൽത്താൻ്റെ ഡോട്ടർ ശ്രീരംഗത്തെത്തി. ബട്ട് ഷീ ഫൗണ്ട് ഹർ ബിലവ്ഡ് ആബ്സെൻ്റ്. അവിടെ ബിലവ്ഡ് ഇല്ല. ഷീ പെറിഷസ് ഇൻ ദ പാങ്സ് ഓഫ് വിരഹ. വിരഹ എന്താ? വിരഹ ദുഃഖം എന്നൊക്കെ പറയുന്നത് അതന്നെ, സെപ്പറേഷൻ്റെ ആ ഒരു സങ്കട കഥ അവൾ ഫേസ് ചെയ്യാണ്. ഹർ സാക്രിഫൈസ് ഇസ് നോട്ട് ഫോർ നത്തിങ്. Though, for when eventually the deity comes home, which is a separate adventure altogether, he commands the priest to recognize his Muslim consort. She is commemorated in Srirangam in a painting on the wall, where during his processional round to this day, the deity appears before her in a colorful lungi, the costume associated with the peninsular Muslim, and accepts North Indian food which features such items as chapati. ഗോഡ് അങ്ങനെ അവർ കൊണ്ടുപോയ തിരുപ്പതിയിൽ നിന്ന് ശ്രീരംഗത്തേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് ഹി കമാൻഡ്സ് ദ പ്രീസ്റ്റ് ടു റിക്കഗ്നൈസ് ഹിസ് മുസ്ലിം കൺസോർട്ട്. അദ്ദേഹത്തിൻ്റെ ആ മുസ്ലിം ഫ്രണ്ടിനെ റിക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഓർഡർ ഇടുന്നുണ്ട്. എനിവേ ദ ഡോട്ടർ, ദാറ്റ് മുസ്ലിം ഡോട്ടർ, ഷീ ഇസ് കമ്മമറേറ്റഡ് ഇൻ ശ്രീരംഗം. അപ്പോൾ ശ്രീരംഗത്തിൽ അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു പെയിൻറ്റിംഗ് ഉണ്ട് ശ്രീരംഗത്തെ വാളിൽ. വേർ ഡ്യൂറിങ് ഹിസ് പൊസഷണൽ റൗണ്ട് ടു ദിസ് ഡേ ദ ഡീറ്റി അപ്പിയേഴ്സ് ബിഫോർ ഹർ ഇൻ എ കളർഫുൾ ലുങ്കി. അപ്പം അദ്ദേഹത്തിൻ്റെ പൊസഷണൽ റൗണ്ട് മീൻസ് ഒരു സെറിമണിക്കൊക്കെ നടക്കുന്നത് പോലെ അങ്ങനെ അവിടെ ഡീറ്റി അപ്പിയർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, ഡ്യൂട്ടി ഒരു മുസ്ലിംസിൻ്റെ ഒരു ലുങ്കി, ഒരു കളർഫുൾ ലുങ്കി, ആ ഒരു കോസ്റ്റ്യൂമിൽ ഡ്രസ്സ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ്, ചപ്പാത്തി പോലെയുള്ള ഫുഡൊക്കെ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു സ്റ്റോറി. So the story is a memorable one with an exact parallel in the മേൽക്കോട്ട് തിരുനാരായണപുരം ടെമ്പിൾ ഇൻ കർണാടക. അതുപോലെ ഒരു സംഭവം, ഒരു എക്സാക്ട് പാരലൽ മേൽക്കോട്ട് തിരുനാരായണപുരം ടെമ്പിൾ, കർണാടകയിലെ ഒരു ടെമ്പിളിലും നടന്നിട്ടുണ്ട്. ഇൻ ദിസ് ടെയിൽ, however, the princess is enshrined as a veiled idol in a shrine of her own and not in a wall painting. അപ്പം സുൽത്താൻ്റെ ഡോട്ടർ ശ്രീരംഗത്ത് എന്താ ചെയ്തത്? അവളെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ രൂപത്തിൽ അവളെ ഓർമ്മിക്കാൻ വേണ്ടി കമ്മമറേറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകയിലുള്ള
തിരുനാരായണപുരത്ത് അവിടെയും അതുപോലൊരു കേസുണ്ട്. അവിടെയുള്ള ലേഡീനെ, പ്രിൻസസിനെ എന്താ ചെയ്തിട്ടുള്ളത്, ഷീ ആസ് എ വീൽഡ് ഐഡൽ, ഒരു ഐഡൽ പോലെ തന്നെ അവൾക്കായിട്ടൊരു ഷ്രൈന്, ഒരു ആരാധനാലയം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വാൾ പെയിൻറ്റിങ് ആയിട്ടല്ല, അവളുടെ ഒരു പ്രതിമ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഫാസിനേറ്റിംഗ് ഇൻ ഐദർ കേസ് ഇസ് നോട്ട് ദ ലെജൻഡ് ഇറ്റ് സെൽഫ് ബട്ട് വാട്ട് ഇറ്റ് സീക്ക് ടു കൺവേ. അപ്പോൾ ആ ഐഡൽ ഏതായാലും പെയിൻറ്റിങ് ആണോ ഐഡൽ ആണോ എങ്ങനെയാണ് അവരെ വെച്ചതെന്നുള്ളതല്ല, എന്താണത് കൺവേ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫാസിനേറ്റിംഗ് അല്ലേ. Though it seems unlikely that a Tughlaq princess actually came to the south head over heels in love with an idol that nightly took human form. ഒരു തുഗ്ലക് പ്രിൻസസ്, ഓക്കെ, അത് സൗത്തിലുള്ള ഒരു ദൈവത്തിനോട് ഇഷ്ടമാവുകയാണ് അതിന്, എന്നിട്ട് ഒരു ഹ്യൂമൻ ഫോമിൽ ആ ദൈവം ഇവളോട് കളിക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, കുഡ് ഇറ്റ് ഹാവ് ബീൻ ദാറ്റ് എ മുസ്ലിം വുമൻ വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഹാവിംഗ് ഹിന്ദു ഐഡൽസ് റിലീസ്ഡ് ഫ്രം ഡൽഹി? Or is it, as Davis suggests, a counter epic where the roles are reversed? അപ്പോൾ ഒരു മുസ്ലിം വുമൻ ഒരു ഇൻസ്ട്രുമെൻ്റൽ ആവുകയാണോ, മീൻസ് ഈ മെറ്റീരിയൽസിനോടൊക്കെ ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരാളാണോ, അല്ലെങ്കിൽ ഓർ ഇസ് ഇറ്റ് ആസ് ഡേവിസ് സേസ് എ കൗണ്ടർ എപ്പിക് വേർ ദ റോൾസ് ആർ റിവേഴ്സ്ഡ്, അല്ലെങ്കിൽ ഈ മുസ്ലിം ഹിന്ദു റോൾസ് റിവേഴ്സ്ഡ് ആവുകയാണോ, ഇൻസ്റ്റെഡ് ഓഫ് എ മുസ്ലിം കിങ് ചേസിങ് ആഫ്റ്റർ ഹിന്ദു പ്രിൻസസ് വി ഹാവ് എ മുസ്ലിം പ്രിൻസസ് ബിസോട്ടഡ് വിത്ത് ദ ഹിന്ദു ഡിവൈൻ. ഓക്കെ, ഒരു മുസ്ലിം കിങ് ഒരു ഹിന്ദു പ്രിൻസസിൻ്റെ ബാക്കിൽ പോവുകയല്ല, അവിടെ ഒരു കൗണ്ടർ എപ്പിക്, ഒരു കൗണ്ടർ ഡിഫറെൻറ്റ് സ്റ്റോറി, ഒരു മുസ്ലിം പ്രിൻസസ് ഈസ് ബിഹൈൻഡ് എ ഹിന്ദു ഡിവൈൻ. ഓക്കെ, സോ ബൈ ആക്സെപ്റ്റിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് എ തുളുക നച്ചിയാർ അല്ലെങ്കിൽ തുഗ്ലക് പ്രിൻസസ്, തുളുക നച്ചിയാർ എന്ന് പറഞ്ഞാൽ തുഗ്ലക് പ്രിൻസസ് ആണ്. ഓക്കെ, നച്ചിയാർ എന്നൊക്കെ പറഞ്ഞാൽ തമിഴ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ഇതായതുകൊണ്ടാണ് തമിഴ് വേർഡ്. ഓക്കെ, within the temple were the leaders of the time creating a space to locate newcomer Muslims within the world of Orthodox Hindu. എന്താ പറയുന്നത്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, ഓതർ ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലേ. മനു എസ് പിള്ള എന്താ ചോദിക്കുന്നത്, by accepting the concept of a Tuluga Nachiyar within the temple, were the leaders of the time creating a space to locate newcomer Muslims within the world of Orthodox Hindu? ഒരു ഓർത്തഡോക്സ് ഹിന്ദുവിൻ്റെ വേൾഡിൽ മുസ്ലിം ന്യൂ കമേഴ്സിന് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണോ ഈ തുളുക നച്ചിയാറിൻ്റെ കോൺസെപ്റ്റ് ചെയ്യുന്നത് എന്ന്. Were they seeking to prevail over Islamicate principles by celebrating the Hinduized daughter of a sultan? അല്ലെങ്കിൽ ഇസ്ലാമിലെ കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ അത് പ്രിവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നിലനിർത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഹിന്ദുവൈസ്ഡ് ഡോട്ടർ ഓഫ് എ സുൽത്താൻ അതിൻ്റെ കഥയൊക്കെ സ്റ്റോറിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ആ ഹിസ്റ്ററി മിത്തൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ദ ട്രൂത്ത് പ്രൊബബ്ലി ലൈസ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് ദീസ്. ശരിക്കും ട്രൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു മിക്സ്ചർ ആവാം എന്ന് പറയുകയാണ് മനു എസ് പിള്ള. But we can be sure that what we have here is a colorful, revealing narrative with a splendid cast and an exchange between actors who are usually held to be firmly separate and even bursting with unconcealed hatred for one another. Okay. ഏതായാലും ഇവിടെ കാണാൻ പറ്റുന്നൊരു കളർഫുൾ നരേറ്റീവാണ്, കുറേ സംഭവങ്ങളുടെ മിക്സ്ചേഴ്സാണ്, കുറേ ആക്ടേഴ്സ് തമ്മിലുള്ള എക്സ്ചേഞ്ചും. ഓക്കെ, ബട്ട് ഈവൻ അവിടെ ഹേട്രഡ് ഉണ്ട്. Okay, it tells us once again that while there were moments of tension between India's principal faith, legend and myth allowed them to see eye to eye and engage on fresh ground, even while competing in the realm of ideas. അപ്പോൾ ഇന്ത്യേൻ്റെ ഒരു കൾച്ചറിലാണ് ഓക്കെ ദ മൊമെൻറ്റ്സ് ഓഫ് ടെൻഷൻ ബിറ്റ്വീൻ ഇന്ത്യാസ് പ്രിൻസിപ്പൽ ഫെയ്ത്ത്, ഇന്ത്യൻ്റെ പ്രിൻസിപ്പൽ ഫെയ്ത്ത്, ലെജൻഡ്, മിത്ത് ഇതൊക്കെ തമ്മിൽ ഒരുപാട് ടെൻഷൻസും കൺഫ്യൂഷൻസും ഇന്ത്യ കണക്ഷൻസും ഉണ്ട്. And it allowed them to see eye to eye and engage on fresh ground even while competing in the realm of ideas. അപ്പോൾ ഈ ഐഡിയാസിൻ്റെ ഒരു പ്രശ്നങ്ങളിലും മിത്തിലൊക്കെ കിടന്ന് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിലും there are fresh grounds to engage. ഒരുപാട് റിയൽ സ്റ്റോറീസും ഒക്കെ ഉണ്ട് എൻഗേജ് ചെയ്യാനും ടു ടോക്ക് ഓൺ. ഒക്കെ a lesson we would be wise to remember in our own contentious times when revenge is sought from people long dead and gone and violence justified in the name of so many gods.
അപ്പം എന്താ അദ്ദേഹം പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്? റിവെഞ്ച് ഇസ് സോട്ട് ഫ്രം പീപ്പിൾ ലോങ് ഡെഡ് ആൻഡ് ഗോൺ. റിവെഞ്ചൊക്കെ മരിച്ചു പോയ ആൾക്കാരിൽ നിന്നും അവരിൽ നിന്നും ഇങ്ങനെ വന്ന് ഒരുപാട് ഹിസ്റ്ററി. ഇപ്പം നമ്മൾ ഇസ്രായേലിൻ്റെ പ്രശ്നം, അങ്ങനെ എന്ത് കേസ് എടുക്കുകയാണെങ്കിലും, ലോകത്തിൽ എന്ത് വാർ എടുക്കുകയാണെങ്കിലും തുടങ്ങി വെച്ചവരും ആ റിവെഞ്ച് തുടങ്ങിയവരൊക്കെ ചിലപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. ഓക്കെ. ആൻഡ് വയലൻസ് ജസ്റ്റിഫൈഡ് ഇൻ ദ നെയിം ഓഫ് സോ മെനി ഗോഡ്സ്. അപ്പോൾ ഗോഡ്സിൻ്റെ പേരിലും കൺട്രിയുടെ പേരിലും മെയിൻലി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോഡ്സിൻ്റെ പേരിലൊക്കെ ആയിട്ടാണ് ഒരുപാട് വയലൻസ് ഒക്കെ നമ്മളെ വേൾഡിൽ ജസ്റ്റിഫൈഡ് ആവുന്നത് എന്നാണ്. ഓക്കെ. സോ ഹൗ ബ്യൂട്ടിഫുൾ എസ്സേ അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഈ എസ്സേയിലൂടെ പോവാം, എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട്. അപ്പം ഇന്ത്യൻ്റെ ഒരു വാസ്റ്റ് ഹിസ്റ്ററി, റിലീജിയസ് തിങ്സ് അതൊക്കെ പറയാണ്. ശിവാജിയുടെ ഒരു സ്റ്റോറി, ശിവാജിയുടെ കേസ് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മെയിൻ വരുന്നത് ഈ തുഗ്ലക് പ്രിൻസസ്, തുളുക നച്ചിയാറിൻ്റെ ഈ ഒരു വുമൻ്റെ സ്റ്റോറിയാണ്. ഓക്കെ. മുസ്ലിം പ്രിൻസസ് ഫീലിംഗ് ഗെറ്റിംഗ് ഇൻ ലവ്ഡ് ഓർ സെലിബ്രേറ്റിംഗ് ദ റിലേഷൻഷിപ്പ് വിത്ത് എ ഐഡൽ ഓർ എ ഡീറ്റി. ഓക്കെ. അപ്പം എന്താണ് ഈ ഒരു ടൈറ്റിൽ എന്താ സജസ്റ്റ് ചെയ്യുന്നത്? അപ്പം ദ മുസ്ലിം ഡീറ്റി അല്ലെങ്കിൽ ആ മുസ്ലിം പ്രിൻസസിനെയാണ് ഉദ്ദേശിച്ചത്. ഇതിനെ ഹിന്ദു ടെമ്പിൾ. അപ്പം ശ്രീരംഗത്ത് അവിടെ അവളെ കമ്മമറേറ്റ് ചെയ്ത് അവളുടെ ഓർമ്മയ്ക്കൊരു ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ, പെയിൻറ്റിങ്. അപ്പോൾ അതാണ് എ മുസ്ലിം ഡീറ്റി, ഹെർ പെയിൻറ്റിങ് ഓർ സംതിങ് ഇൻ എ ഹിന്ദു ടെമ്പിൾ എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വരുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഇറ്റ് സേസ് അബൌട്ട് ദിസ് എസ്സേ. സോ ഇൻ ദ കോട്ടസൺ, ദ മഹാത്മ ആൻഡ് ദ ഇറ്റാലിയൻ ബ്രാഹ്മിൻ. അപ്പോൾ ആ വർക്കിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞല്ലോ. Manu S. Pillai has successfully combined a variety of anecdotal tales from Indian history. Indian history പല പല tales നമ്മൾ കേട്ടു അതിലല്ലേ. One of the key anecdote in the book, A Muslim Deity in a Hindu Temple, offers a compelling thematic exploration of how mythology and real politics intertwine in Indian history. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഥോളജിയും റിയൽ പൊളിറ്റിക്കൊക്കെ എങ്ങനെയാണ് ഇൻ്റർട്വിൻഡ് ആയിട്ട് വരുന്നത് എന്നൊക്കെ മനസ്സിലാവും. ടു ഷെയ്പ്പ് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആൻഡ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ. അതിലൂടെയാണ് പൊളിറ്റിക്കൽ ലെജിറ്റിമസിയും കൾച്ചറൽ ഇൻ്റഗ്രേഷനൊക്കെ വരുന്നത്. ദ ഓതർ ഡെഫ്ലി ഡെമോൺസ്ട്രേറ്റ് ദ റോൾ ഓഫ് മിത്ത് ഇൻ ലെജിറ്റിമൈസിങ് പവർ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. Manu S. Pillai in this essay demonstrate the role of myth in legitimizing power as seen in Shivaji's transformation from a warlord to a king through elaborate rituals and fabricated genealogies. It underscores the notion that authority often requires cultural and religious validation, not just military prowess. അപ്പോൾ ഒരു മിലിറ്ററി അധികാര പ്രോവസോ പോരാ, ഒരുപാട് കൾച്ചറൽ റിലീജിയസ് വാലിഡേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ പവറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. Furthermore, the story of തുളുക നച്ചിയാർ serves as a poignant example of cultural synthesis. അപ്പോൾ തുളുക നച്ചിയാറിൻ്റെ സ്റ്റോറിയും നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്യണം, ഈ ചാപ്റ്ററിന് എന്തെങ്കിലും ആൻസർ ചെയ്യുമ്പോൾ. ഓക്കെ. It is an example for cultural synthesis and highlighting how myth can bridge religious divide and integrate disparate communities, emphasizing the theme of narration versus reality. The passage illustrates how narratives of Muslim conquest and Hindu resistance served ideological purposes and influenced historical perspectives. The dynamic and pragmatic use of mythology can negotiate social and political change. ഓക്കെ. അപ്പം മിത്തോളജിയുടെ ഒരു യൂസ് നമ്മളെ ഹിസ്റ്ററിയിൽ മിത്ത്, അതിലൂടെ ഉണ്ടാകുന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ചേഞ്ചസ്, ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലെജിറ്റിമൈസിങ് പവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. ഓക്കെ. ലെജിറ്റിമൈസിങ് പവർ എന്ന് വെച്ചാൽ എന്താ? ഒരു നിയമാനുസൃതമായ അധികാരം എന്നൊക്കെയാണ്. ലെജിറ്റിമൈസ് ചെയ്യാൻ മീൻസ് ഒബേ ടു ദ റൂൾസ്, നിയമപ്രകാരം അവർക്ക് തന്നെയാണ് അധികാരം കിട്ടേണ്ടത് എന്നുള്ള ഒരു സംഗതി. In the prescribed extract, Manu S. Pillai seamlessly weaves together a lot of historical facts with mythological elements and creates a vivid and compelling narrative that brings the past to life. For him, history is a dynamic and multifaceted tapestry which can be interpreted in numerous ways. അപ്പോൾ മനു എസ് പിള്ളയ്ക്ക് ഹിസ്റ്ററി എന്താണെന്നാണ് പറയുന്നത്? ഒരു ഡൈനാമിക്, മൾട്ടിഫെസ്റ്റഡ്, ഫ്ലെക്സിബിളായിട്ടുള്ള ഒരുപാട് ഫേസുകളുള്ള ഒരു സംഭവമാണ്.
പല രീതികളിൽ ഹിസ്റ്ററി ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ നൗ ഇനി ഈ വീഡിയോ കേട്ടതിന് ശേഷം യു ജസ്റ്റ് റീഡ് ദ എസ്സേ അഗെയിൻ. ഒന്നും കൂടെ വായിക്കുമ്പം ദ കോൺസെപ്റ്റ്സ് വിൽ ബി ക്ലിയർ ഫോർ യു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എസ്സേ എ മുസ്ലിം ഡീറ്റി ഇൻ എ ഹിന്ദു ടെമ്പിൾ ബൈ മനു എസ് പിള്ളൈ. അതൊരു എസ്സേ ആണെന്ന് പറയാം. ആൻഡ് ഹി സേസ് അബൌട്ട് മെനി ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ്, ഒരു ഷോർട്ട് സ്റ്റോറി ആണെന്നൊക്കെ പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ ഫിക്ഷണൽ വർക്ക് വിച്ച് ഇസ് സജസ്റ്റഡ് ഫോർ അവർ study in introducing print and digital narratives. So that's all about this chapter. Thank you.